ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെന്നി സ്റ്റോക്കുകളിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ ഹ്യൂജ് ആയിട്ടുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കൂടെ കുറച്ച് പെന്നി സ്റ്റോക്കുകളും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വളരെ മോശമാണ്, അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പോർട്ട്ഫോളിയോയുടെ നല്ലൊരു അലൊക്കേഷൻ പെന്നി സ്റ്റോക്കുകൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് കാറ്റഗറിയാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഗെയിൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബിയസ്ലി അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെന്നി സ്റ്റോക്ക് അതിൻ്റെ ഷെയർ പ്രൈസിൽ പെന്നി അല്ല, മറിച്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ പെന്നി എന്നുള്ള സെൻസിലാണ് നമ്മളത് എടുക്കുന്നത്. അതായത് കമ്പനിയുടെ ഷെയർ പ്രൈസ് ചിലപ്പോൾ 100, 200, 300, 400, 500, ചിലപ്പോൾ 1000 രൂപയുടെ ഷെയർ പ്രൈസ് ഉള്ള കമ്പനി ആയിരിക്കാം. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ കമ്പനി ആയിരിക്കും. അതായത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പല ആൾക്കാർക്കും സ്റ്റിൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്, ഷെയർ പ്രൈസിനെ വെച്ചിട്ടല്ല നമ്മുടെ കമ്പനിയുടെ സൈസ് അളക്കേണ്ടത്. കമ്പനിയുടെ സൈസ് അളക്കേണ്ടത് എപ്പോഴും നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഷെയർ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ MRF ആണ് ഏറ്റവും വലിയ ഷെയർ പ്രൈസ് ഉള്ള കമ്പനി. പക്ഷേ എന്നിരുന്നാൽ പോലും റിലയൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കമ്പനി. അത് ഷെയർ പ്രൈസ് അല്ല, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കമ്പനിക്കകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഷെയർ പ്രൈസിന് മാത്രമായിട്ടൊരു പെർഫോമൻസ് അത് ആക്ച്വലി പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറിയിൽ എത്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2 ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ പ്രസൻറ്റേഷൻ നമ്മൾ എന്താ പറയുക ബിൽഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് ബുക്കുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100 to 1 ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന തോമസ് ഫിലിപ്പിൻ്റെ 1972 എഴുതപ്പെട്ട ഒരു ബുക്കും, അതേ കണക്ക് തന്നെ ഈ സെയിം ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു സ്റ്റഡി 2014 വരെയുള്ള സ്റ്റോക്കുകളിൽ നടത്തിയിട്ട് ക്രിസ്റ്റഫർ ബെയർ 2015 ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് 100 ബാഗർ സ്റ്റോക്സ് ദാറ്റ് റിട്ടേൺ 100 to 1 ആൻഡ് ഹൗ ടു ഫൈൻഡ് ദം എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഈ 2 ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്ട്രാറ്റജിയും ഈ ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇതൊരു ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്കേ അല്ല, ഇതൊരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്കാണ്. അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ സ്ട്രാറ്റജി ഉപയോഗിച്ച് സ്റ്റോക്കുകൾ മേടിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ എന്നും മോണിറ്റർ ചെയ്യുകയോ, അല്ലെങ്കിൽ അതിൽ റിസൾട്ടുകൾ നോക്കിയിട്ട് റിസൾട്ട് മോശമാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഇപ്പം ഗ്രോത്ത് വരുന്നില്ല, ഇതിനെ വിറ്റ് കളയാം, അല്ലെങ്കിൽ ഇത് കുറച്ച് പൊസിഷൻ സൈസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം, ഇതുപോലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഉപയോഗിക്കുമ്പോഴത്തേക്കും ആവശ്യമായിട്ട് വരത്തില്ല. നമ്മൾ ഒരിക്കൽ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, അതിനെ വളരെ ലോങ് ടൈമിലേക്ക് നമ്മൾ അതിനെ ജസ്റ്റ് മറന്നു കളയുന്നു. അതിനെ പിന്നീട് നമ്മൾ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും പൈസയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വിറ്റെടുക്കുകയോ, അതല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ജസ്റ്റ് ഡിവിഡൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയോ, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു എന്താ പറയുക വെൽത്ത് നമ്മൾ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു, ആ ഒരു സെൻസിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇത് വളരെ പാസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ഒരു രീതിയിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നമുക്കിതിൽ വേണ്ടി വരത്തില്ല. ജസ്റ്റ് ബൈ ആൻഡ് ഫോർഗെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നമുക്ക് നമ്മുടെ കുട്ടികളുടെ പേരിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും കുട്ടികൾ ജനിക്കാൻ നേരത്ത് നമ്മൾ അവരുടെ പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അവിടെ സ്റ്റോക്കുകൾ മേടിക്കാൻ മാത്രം പറ്റും. അതായത് മൈനർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഡിമാറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കവിടെ മേടിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ, വിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിമാറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമ്മൾ ഇത്ര രൂപ അതിൻ്റെ അകത്ത് സ്റ്റോക്കുകൾ മേടിച്ച് വെക്കുക, അതിനൊരിക്കലും വിൽക്കുന്നില്ല. അത് കുറച്ചധികം വർഷങ്ങൾ കഴിയാൻ നേരത്ത്, വർഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 26 വർഷത്തെ ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് അല്ലെങ്കിൽ അതിന് മേലിലോട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കുകളിൽ പലതും മൾട്ടി ബാഗർ റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഒരു സ്റ്റോക്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ 1% മേലിൽ അലൊക്കേഷൻ ഒരു കാരണവശാലും കൊടുക്കുന്നതല്ല. അതായത് അത്ര കണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം. എനിവേ, നമുക്ക് ആദ്യം ഈ ടൈപ്പിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്റ്റോക്കുകൾക്ക് വേണ്ട ക്രൈറ്റീരിയാസ് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ക്രൈറ്റീരിയയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈ സെയിൽസ് ഗ്രോത്ത് ആണ്. അതായത്
ഭയങ്കര വലിയ സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്പനിയുടെ എന്താണ് നമ്മൾ നോക്കുന്നത്, കമ്പനിയുടെ നമ്മൾ EPS ഗ്രോത്തും അതല്ലെങ്കിൽ ROCയുടെ ഗ്രോത്ത്, ROEയുടെ ഗ്രോത്ത്, ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഗ്രോത്ത് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രെയിംവർക്ക് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ സെയിൽസ് ഗ്രോത്ത് ആണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് സെയിൽസ് ഗ്രോത്ത് നോക്കുന്നത്? കാരണം കച്ചവടം എത്ര കണ്ട് കൂടുന്നോ അതിനനുസരിച്ചിട്ട് ആ കമ്പനി ആ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു കാലത്ത് അവർക്ക് മാർജിൻ എക്സ്പാൻഡ് ചെയ്തിട്ടാണെങ്കിലും കമ്പനിയെ പ്രോഫിറ്റബിലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഹൈ സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനീസ് നോക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇവിടെ നമ്മൾ നോക്കുന്നത് പപ്പീസിനെയാണ്. പപ്പീസ് എന്ന സെൻസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വളരെ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി, മൈക്രോ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഞാൻ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു 1000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് താഴെയുള്ള ഒരു കമ്പനീസ് നോക്കി എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം 1000 കോടിയിൽ നിന്ന് അത് 100 ടൈംസ് റിട്ടേൺസ് തരാണെങ്കിൽ ഏകദേശം 1 ലക്ഷം കോടി എത്തണം. 1 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കതൊരു വലിയൊരു എന്താ പറയുക മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഈ പറയുന്ന ഒരു 26 വർഷം അല്ലെങ്കിൽ 30 വർഷത്തെ ടൈം ഫ്രെയിം കഴിഞ്ഞ് നോക്കാൻ നേരത്ത് അന്ന് 1 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരിക്കത്തില്ല. അന്ന് മാർക്കറ്റിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കമ്പനീസ് അതിനെക്കാട്ടിയും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ ഇപ്പോഴേ ചിന്തിച്ച് പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു 1000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 1000 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1500, അതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക കമ്പനീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും 1000-1500 കോടിക്ക് താഴെയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനീസാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള, ഓൾറെഡി മൾട്ടിബാഗർ റിട്ടേൺസ് തന്നിട്ടുള്ള അങ്ങനെയുള്ള ടൈപ്പ് കമ്പനീസിനെ നോക്കുന്നതിനെക്കാട്ടിയും ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്ന IPOസിൽ വരുന്ന കമ്പനീസോ, ഇനി അതല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ചധികം നാളായിട്ടുണ്ട് പക്ഷേ ആൾക്കാരുടെ ഇടയിലോട്ട് അതധികം ഫേമസ് ആയിട്ടുള്ള, അങ്ങനെ ഫേമസ് ആവാത്ത ടൈപ്പ് കമ്പനീസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ കൂടുതലും നോക്കുന്നത്. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു 8 വർഷം മുതൽ 26 വർഷത്തെ വലിയ ലോങ് ടൈം ഫ്രെയിമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കമ്പനി പൂട്ടിപ്പോകാൻ പാടില്ല. അതായത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സെക്ടറിൻ്റെ അകത്ത് ഒരു ഡിസ്റപ്ഷൻ ഉള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് ഇവിടെ 2G ആയിരുന്നു. 2Gക്ക് ശേഷം 3G വന്നു, 4G വന്നു, ഇപ്പോൾ 5Gയിൽ നിൽക്കുന്നു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത ടെക്നോളജി വരും, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരും, അങ്ങനെ പല കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു ടെക്നോളജി റിലേറ്റഡ് കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ ഡിസ്റപ്ഷൻ്റെ ചാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകുന്നതിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ അതിൻ്റെ ലോഞ്ചിവിറ്റിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ബിസിനസ്സിലോട്ട് നമ്മൾ പോകാതിരിക്കുക. നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെവി ലോഞ്ചിവിറ്റി ഉള്ള ടൈപ്പ് കമ്പനീസ്, അല്ലെങ്കിൽ സെക്ടേഴ്സിൻ്റെ അകത്ത് ഡിസ്റപ്ഷൻ ഏറ്റവും കുറവുള്ള ടൈപ്പ് സെക്ടേഴ്സൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. എസ്പെഷ്യലി വെൽത്ത് മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ ബ്രോക്കിങ്, FMCG ഇതുപോലെയുള്ള ടൈപ്പ് കമ്പനീസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അവിടെ ഡിസ്റപ്ഷൻ്റെ ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് നോക്കുക. പിന്നെ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്രോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് അത്ര കണ്ട് വലുതായിരിക്കണം, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. ഒന്നീ ഒരു ഹ്യൂജ് ആയിട്ടുള്ള പോപ്പുലേഷനെ കവർ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം, അതല്ലെങ്കിൽ ആ മാർക്കറ്റ് തന്നെ സെൽഫായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോയിങ് സെക്ടർ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ടർ ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. പിന്നെ മാത്രമല്ല പ്രൊമോട്ടേഴ്സ്. കാരണം ഇത്ര വലിയൊരു ടൈം ഫ്രെയിമിൽ നമ്മൾ ഒന്നും നോക്കാതെ കണ്ണുടച്ച് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൊമോട്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റണം. ഇത്ര വർഷത്തേക്കായാലും ഇവർ ചതിക്കത്തില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറോ ആ സ്റ്റോക്കിന് പിന്നിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ആ പർട്ടിക്കുലർ പ്രൊമോട്ടറിന് ആ സ്റ്റോക്കിൻ്റെ അകത്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഒരു മിനിമം ഒരു 50% ആ പർട്ടിക്കുലർ സ്റ്റോക്ക് ആ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വഴിയിട്ട് ആ പ്രൊമോട്ടറും അതിൻ്റെ കൂടെ വെൽത്തി ആയിട്ട് മാറണം. എന്നാൽ മാത്രമേ അയാൾക്കും അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ അയാൾ മാക്സിമം സ്റ്റോക്കിൽ വരുന്ന പ്രോഫിറ്റ് മൊത്തം അയാളുടെ സാലറി ആയിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ അകത്തൊന്നും പൈസയൊന്നും ബിൽഡ് ചെയ്ത് കിട്ടത്തില്ല. അപ്പം നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊമോട്ടറിന് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് മൾട്ടിബാഗർ റിട്ടേൺസ് തരുന്ന വഴിയിട്ട് ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അയാൾക്ക് അതിൽ നിന്നൊരു ഇൻസെൻറ്റീവ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് മിനിമം 50% എങ്കിലും ഉള്ള ഒരു ടൈപ്പ് കമ്പനി ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഈ ഒരു നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറേ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത്. ഈ പോർട്ട്ഫോളിയോക്കകത്ത് വേണ്ട ക്രൈറ്റീരിയാസ് ഉള്ള സ്റ്റോക്കുകൾ കിട്ടാൻ തന്നെ പാടായിരിക്കും. കാരണം ഇത്രയധികം ക്രൈറ്റീരിയാസ് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തൊക്കെ ടൈപ്പ് സ്ക്രീനേഴ്സ് റൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ക്വാളിറ്റീസൊക്കെ മീറ്റ് ചെയ്യുന്ന കമ്പനീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഓവർ
ടൈം ഫ്രെയിമിൽ, അതായത് ഒരു 5 വർഷം 10 വർഷമൊക്കെ നീളുന്ന ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ പതുക്കെ പൊസിഷൻസ് എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുമിച്ച് നമ്മളൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് 10,000 വെച്ച് 100 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ രീതിയിലല്ല ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓരോ മാസവും കിട്ടുന്ന പൈസയിൽ നിന്ന് ഇന്ന് ഏതെങ്കിലും സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കുന്നു, ഇല്ലെങ്കിൽ ആ പൈസ മാറ്റി വയ്ക്കുന്നു. കുറച്ചധികം നാൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മുടെ സ്ക്രീനറിലോ വാച്ച് ലിസ്റ്റിലോ ഒക്കെ വരാൻ നേരത്ത് അപ്പോഴതിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നു. ആ രീതിയിൽ ഇത് വളരെ ലോങ് ടൈം പ്രോസസ്സാണ്. ഈ ഒരു നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, നമ്മൾ സ്റ്റോക്കുകളിലല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 100 സ്റ്റോക്കുകൾ എടുക്കുന്നു. ഈ 100 സ്റ്റോക്കിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം സക്സസ് ആയാൽ പോലെ, അതായത് 100 സ്റ്റോക്ക് എടുത്തു, അത് 100 രൂപ ഉണ്ടെങ്കിൽ ഓരോ രൂപ വെച്ചിട്ട് 100 സ്റ്റോക്കിലിട്ടു. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്റ്റോക്ക് നമുക്ക് 100 ബാഗ് റിട്ടേൺസ് തരികയാണെങ്കിൽ, അതായത് ജസ്റ്റ് 1% ഒരു ചാൻസിൽ നമുക്ക് അത് ആ ഒരു 1% മാത്രം നമ്മുടെ സക്സസ് റേഷ്യോ ഉള്ളൂ. ആ 1%ൽ നമുക്ക് 100 ബാഗ് റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ബാക്കി 99 സ്റ്റോക്കുകളും നഷ്ടത്തിൽ പോയി, 99 സ്റ്റോക്കുകളും പൂട്ടിപ്പോയി. ഒരു സ്റ്റോക്ക് മാത്രം 100 ബാഗ് റിട്ടേൺസ് തന്നാൽ പോലും നമുക്ക് ഓബിയസ്ലി നമ്മൾ ഇട്ട മൊത്തം ക്യാപിറ്റൽ നമുക്ക് അതിൻ്റെ അകത്തും തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി 2 സ്റ്റോക്ക് മൾട്ടി ബാഗ് മീൻസ് സെൻസ് 100 ബാഗ് റിട്ടേൺസ് തരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യുന്നതായിരിക്കും. 3 സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ത്രിബിൾ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഇത് കണക്ക് എന്താ പറയുക, ഒരു 10, 20, 30% സ്റ്റോക്കുകളൊന്നും ഒരിക്കലും കിട്ടത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, പ്രോബബിലിറ്റി കുറഞ്ഞൊരു ഗെയിമിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എങ്ങനെ പോയാലും ഒരു 3-4% സ്റ്റോക്കുകൾ ഉറപ്പായിട്ടും നമുക്ക് 100 ബാഗ് റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ്, ഇത്രയും വലിയ ടൈം ഫ്രെയിമിൽ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല ഇവരുടെ ഇടയിൽ കൂടെ തന്നെ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ കമ്പനീസിലോട്ട് നമ്മൾ റീ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഉറപ്പായിട്ടും നമുക്കൊരു 3-4-5% സ്റ്റോക്കുകളുടെ അകത്ത് എങ്ങനെ പോയാലും 100 ബാഗ് റിട്ടേൺസ് കിട്ടുന്നതായിരിക്കും. അത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ള 95 കമ്പനികളും പൂട്ടിപ്പോകത്തില്ലല്ലോ. ആ കമ്പനികളിൽ ഒരു കൂടിപ്പോയ ഒരു 20%, 30% കമ്പനികൾ പൂട്ടിപ്പോകും. ബാക്കിയുള്ള കമ്പനീസിൽ കുറച്ചൊക്കെ 10 ബാഗസ് ആയിട്ടുണ്ടായിരിക്കും, കുറച്ചൊക്കെ 5 ബാഗസ് ആയിട്ടുണ്ടായിരിക്കും, കുറച്ചൊക്കെ നമ്മൾ മേടിച്ച ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും, കുറേയൊക്കെ ഒരു 50%, 60% ഇടിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എനിവേ നമ്മൾ വളരെ ലോങ് ടൈമിൽ നമ്മൾ ചിന്തിക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ പോയാലും അത്യാവശ്യം വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഒരു രീതിയിലും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഡിസിഷൻസിനെ ബാധിക്കത്തില്ല. നമ്മളൊരു പ്രോസസ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. ആ പ്രോസസ്സ് പ്രകാരം വരുന്ന സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയാസ് പ്രകാരം വരുന്ന സ്റ്റോക്കുകളിനെ നമ്മൾ മേടിക്കുന്നു, ലോങ് ടൈമിലേക്ക് മേടിച്ച് വെച്ചിട്ട് അതിനെപ്പറ്റി പിന്നെ മറന്നു കളയുന്നു. ആ സ്റ്റോക്കിൽ അത് താഴോട്ട് പോകുന്നു, മേലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രൈസ് എത്രയായി, ഈ രീതിയിലൊക്കെ നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യത്തില്ല. നമ്മളെപ്പോഴും സ്റ്റോക്ക് മേടിച്ച് വെച്ചതിന് ശേഷം ഇതുപോലൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ മേടിച്ച് വെച്ചതിന് ശേഷം ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തന്നെ പിന്നീട് തുറന്നു നോക്കാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ റീസെൻ്റ് ആയിട്ട് അഖിൽഭായി ഒത്ത് ഒരു ഡിസ്കഷൻ നമ്മുടെ ചാനൽ വഴി നടത്തിയപ്പോഴത്തേക്കും അന്ന് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ റൺ ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇതേ കണക്കുള്ള മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിൽ, അതായത് പുള്ളിയുടെ മെയിൻ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടുള്ള ടൈപ്പ് സ്റ്റോക്കുകൾ, വലിയ അലോക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റിസ്ക് കൂടിയ ടൈപ്പ് സ്റ്റോക്കുകളൊക്കെ ഇതേ കണക്കൊരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിൽ ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് അങ്ങനെ ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മുടെ സൈഡിൽ കൂടെ കൊണ്ടുപോകാനും നമുക്ക് അതിൻ്റെ അകത്തും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സ്റ്റോക്കുകളിലൂടെ പരിചയപ്പെടാം. കാരണം ഇതെല്ലാം തന്നെ കഥ പറഞ്ഞു, പക്ഷേ ഈ കഥ കൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോക്കുകളിലൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. പക്ഷേ ആ സ്റ്റോക്ക് ഇനി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് ആണ്. ഇത് ഒരു 100-1 പറ്റിയൊരു സ്റ്റോക്കായിരുന്നു. വാല്യുവേഷൻ എല്ലാം വളരെ കറക്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനിക്ക് സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് കമ്പനിക്കകത്ത് നമുക്കുണ്ടായിരുന്നു. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഏകദേശം 1000 കോടിക്ക് താഴെയായിരുന്നു ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ 1000 കോടിയുടെ ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 100ന്റെ അകത്താണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിവേ 1100 ആ റേഞ്ചിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല ഈ കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അത് മാത്രമല്ല പ്രൊമോട്ടേഴ്സ് ഇതിൻ്റെ അകത്ത് കണ്ടിന്യൂസ്ലി ബൈ മോഡലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അന്ന് ഹോൾഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 100-1 ബാഗർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 100-1 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയിലോട്ട് ഹോൾഡിംഗ് വളരെ ലോങ്ങിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പോർട്ട്ഫോളിയോയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും
ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും മെയിൻ പോർട്ട്ഫോളിയോ ഇതിനെ വിറ്റിറങ്ങേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കണ്ട് ഇറങ്ങുമല്ലോ. പക്ഷേ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 1% വരുന്ന ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വളരെ ലോങ് ലെഗത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ തന്നെ മറന്നിട്ടേക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ SMC ഗ്ലോബലിനെ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫസ്റ്റ് കാണുന്ന ഒരു സ്റ്റോക്കായിട്ട് ഞാനത് പറയുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യൂഗോ ഫിനാൻസ് ആണ്. ക്യൂഗോ ഫിനാൻസ് നമ്മുടെ സുശീൽ ഭായ് ട്വിറ്റർ വഴിയിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 41 കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വളരെ ചെറിയൊരു കമ്പനി. ഈ കമ്പനിയുടെ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ലോൺസ്, അതേ കണക്ക് തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ലോൺ കൊടുക്കുന്നത്, ഇങ്ങനെ ലോൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ബിസിനസ്സാണ്. നമുക്കറിയാം ഈ ഫിനാൻസ് സെക്ടർ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, ആ സെക്ടർ അങ്ങ് ഡിസ്റപ്റ്റ് ചെയ്ത് പോകത്തില്ല. അതിൻ്റെ അകത്തൊക്കെ തന്നെ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ എല്ലാം തന്നെ കച്ചവടം എന്ന് പറഞ്ഞ സാധനം നടക്കണം, എന്നാൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ സെക്ടർ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ലോങ് ടൈമിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കമ്പനി, വളരെ ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേ കണക്കിന് ഈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഏകദേശം 60 ലക്ഷത്തിൻ്റെ സെയിൽസിൽ നിന്ന് 2010 60 ലക്ഷത്തിൻ്റെ സെയിൽസിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 13.5 കോടിയുടെ സെയിൽസിലോട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത്രണ്ട് വലിയൊരു സെയിൽസ് ഗ്രോത്താണ് ഈ കമ്പനി ഹിസ്റ്റോറിക്കലി കാഴ്ചവെച്ചേക്കുന്നത്. നമ്മൾ 5 ഇയറിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 96% സെയിൽസ് ഗ്രോത്ത് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് നടത്തുന്ന കമ്പനി, വളരെ ലോങ് ടൈമിൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു ബിസിനസ്. ഇത് അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് ഒരു 63യുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് കമ്പനികൾ നമ്മൾ എടുക്കാൻ നേരത്ത് ഇനിഷ്യലി നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലുള്ളതായിട്ട് തോന്നുമെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇനിഷ്യൽ ഡേയ്സിൽ അതിൽ ഒരുപാട് ഉണ്ടായിരിക്കുമെങ്കിലും മുന്നോട്ട് പോകാൻ നേരത്ത് അവർക്ക് ഒബിയസ്ലി ലിക്വിഡിറ്റി വേണം, അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഷെയർ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒബിയസ്ലി ലോ കോസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഇതേ കണക്ക് പൈസ റൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ പൈസ റൈസ് ചെയ്യാൻ നേരത്ത് പ്രൊമോട്ടർ ഹോൾഡിംഗ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മൾ കാര്യമാക്കണ്ട. ഫസ്റ്റ് നമ്മൾ ഇനിഷ്യൽ ബൈയിങ് പ്രൈസിൽ മാത്രമേ ഈ ക്രൈറ്റീരിയസ് എല്ലാം നോക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് പ്രൊമോട്ടർ വിൽക്കുന്നോ അല്ലെങ്കിൽ കമ്പനിക്ക് ഗ്രോത്ത് വരുന്നില്ല, അതൊന്നും തന്നെ നമ്മൾ ബോധർ ചെയ്യുന്നില്ല. കാരണം നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോബബിലിറ്റിയാണ് നോക്കുന്നത്. അതായത് 100 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് 5 സക്സസ് ആയാൽ മതി. ആ ഒരു പ്രോബബിലിറ്റി, അത്രയും കുറച്ച് പ്രോബബിലിറ്റിയിലും നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളുടെ കമ്പനീസിൻ്റെ ബാക്കി ക്രൈറ്റീരിയസ് എല്ലാം നോക്കുന്നത്. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ പിക്ക് എന്ന് പറയുന്നത് ഭാട്ടിയ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഏകദേശം 275 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമ്പനിയാണ്. SMC ഗ്ലോബൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമ്പനി ഈ ഭാട്ടിയ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് റീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവരുടെ ബിസിനസ് വളരെ ലോ മാർജിൻ ആയിട്ടുള്ള ബിസിനസ്സാണ്. ഒബിയസ്ലി ഒരു ഇ-കൊമേഴ്സ് പോലെ ഒരു റീറ്റെയിൽ ചെയിനാണ് ഇവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ സക്സസ് റേഷ്യോ എത്രയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. വളരെ മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇവരുടെ നോക്കേണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനി സെയിൽസ് ഗ്രോത്ത് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ ബിസിനസ് 2020 ഏകദേശം 168 കോടിയുടെ സെയിൽസ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ ഓൾമോസ്റ്റ് 400 കോടിയുടെ സെയിൽസിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് കഴിഞ്ഞൊരു 3 വർഷത്തെ ടൈം ഫ്രെയിം കൊണ്ട് ഡബിൾ ആയിട്ടുണ്ട്. അത് 25% ഒക്കെ CAGR-ലാണ് സെയിൽസ് ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സെയിൽസ് എന്താ പറയുക മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനീസ്, ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ. ഇപ്പോൾ അവർ വലിയ രീതിയിൽ മാർജിൻസ് ഒന്നും ഇല്ല. കമ്പനി ഏകദേശം ലോസ് മേക്കിംഗ് ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ 2 ക്വാർട്ടേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. അതായത് 2 ക്വാർട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് കാഴ്ചവെക്കാൻ പറ്റും. ഞാനിവിടെ പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ തന്നെ കമ്പനിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അതർ ഇൻകം കൂടെ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ അതർ ഇൻകം നമുക്ക് എല്ലാ സമയത്തും നമ്പാൻ പറ്റിയൊരു ഇൻകം ആയിട്ട് ഞാൻ കരുതുന്നില്ല. അത് ആ ബിസിനസ്സിൻ്റെ കോർ ബിസിനസ് അതല്ലാതെ സൈഡായിട്ട് അവർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റ് വിറ്റ് കളയുന്നതുകൊണ്ടോ ഒക്കെ വരുന്ന ടൈപ്പ് പൈസ കൂടെ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് നോക്കണ്ട. എനിവേ അവരുടെ കോർ ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് അവർ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതുമാത്രമല്ല വളരെ റിസ്കി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. എനിക്കൊരിക്കലും എൻ്റെ പോർട്ട്ഫോളിയോയുടെ നല്ലൊരു പെർസെൻറ്റേജ് ഇതുപോലൊരു കമ്പനിക്കകത്ത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെൻ്റെ ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ എനിക്കൊരു 100-1 പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വളരെ ചെറിയ പെർസെൻറ്റേജ് അലോക്കേഷൻ എടുത്ത് ഇത്
സ്റ്റോക്ക് ഇടുന്നു, അതിനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ വളരെ ലോങ് ടൈമിലത്തേക്ക് അതിനെ മറന്നു കളയുന്നു, അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നത് കൂടിയില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ പറഞ്ഞതുപോലെ 10-25 വർഷമൊക്കെ കഴിയാൻ നേരത്ത് നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കാൻ നേരത്ത് നമ്മൾ 100 സ്റ്റോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 1, 2, 3, 4 മാക്സിമം ഒരു 5% സ്റ്റോക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതേ കണക്കൊരു 100 ബാഗർ റിട്ടേൺസ് തരികയും ബാക്കിയുള്ള സ്റ്റോക്കുകൾ പലതും ഡൗൺ ആവുകയും അല്ലെങ്കിൽ കുറച്ചൊക്കെ അപ്പായി ഒക്കെ പോയാൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യം വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു സ്ട്രാറ്റജി പറ്റിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. മാത്രമല്ല നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതല്ലാതെ മറ്റ് പെന്നി സ്റ്റോക്കുകളെ പറ്റിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോയിട്ട് പെന്നി സ്റ്റോക്കുകൾ സെർച്ച് ചെയ്ത് അതിൻ്റെയൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്നതിനെ കാട്ടിയും എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് വളരെ ലോങ് ടൈമിൽ നിങ്ങൾക്ക് അത്യാവശ്യം വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പെന്നി സ്റ്റോക്ക് എന്നും പറഞ്ഞുകൊണ്ട് 1 രൂപയുടെ 2 രൂപയുടെ ഷെയറുകൾ ഇതുപോലെ ഒരു സ്ട്രാറ്റജിയിൽ കൊണ്ട് ഒരിക്കലും മേടിച്ചിടരുത്. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് 1 രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ എനിക്കിപ്പോൾ 10,000 ഉണ്ട്, അപ്പോൾ എനിക്ക് 10,000 ഷെയർസ് മേടിക്കാൻ പറ്റും, അപ്പോൾ ഈ സ്റ്റോക്ക് വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 10,000 ഷെയർ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വലിയ പണക്കാരനാവുമെന്നാണ് പല റീറ്റെയിലേഴ്സും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഷെയർ 1 രൂപയിൽ നിന്ന് 2 രൂപയിലോട്ട് പോകണമെങ്കിലും 100 രൂപയിൽ നിന്ന് 200 രൂപയിലോട്ട് പോകണമെങ്കിലും 2,000 രൂപയിൽ നിന്ന് 4,000 രൂപയിലോട്ട് പോകണമെങ്കിലും ഇതെല്ലാം തന്നെ 100% റിട്ടേൺസ് ആണ്. സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് പെർസെൻറ്റേജ് വൈസ് ആണ്, അല്ലാതെ ചെറിയ രൂപയിൽ നിന്ന് വലിയ രൂപയിലോട്ടല്ല അത് മൂവ് ചെയ്യുന്നത്. അത് പെർസെൻറ്റേജ് വൈസ് ആണ് റിട്ടേൺസ് തരുന്നത്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എഴുതി തരുന്നു, ഒരിക്കലും റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പെന്നി സ്റ്റോക്കുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും പൊട്ടനെ ലോട്ടറി അടിച്ചതുപോലെ 1-2 സ്റ്റോക്കുകളിൽ നിങ്ങൾ സക്സസ് ആയാൽ പോലും 3ാമത്തെ സ്റ്റോക്കിൽ നിങ്ങളുടെ ഉള്ള വെൽത്ത് എല്ലാം തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ലോ മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി എങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതല്ലാതെ പ്രൈസ് വൈസ് വളരെ ചെറിയ കമ്പനീസിലോട്ട് ബെറ്റർ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങളുടെ മിച്ചമുള്ള എല്ലാ ക്വയറീസും തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. സ്റ്റോക്ക് റിലേറ്റഡ് ആണെങ്കിലും അതല്ലാതെ ഫ്രെയിം വർക്ക്, മാർക്കറ്റ് റിലേറ്റഡ് ആണെങ്കിലും എന്ത് ക്വയറീസ് ആണെങ്കിലും എല്ലാം തന്നെ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ എല്ലാത്തിനുള്ള മറുപടി കമൻറ്റ് വഴിയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ ലൈക്ക് ചെയ്യുന്നവരും എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.